ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ ഇന്നലെ കോയിൻ്റെ ഇതായിരുന്നു, ക്രോസിൻ്റെയും കോയിൻസിൻ്റെയും വീഡിയോ ആയിരുന്നു. അപ്പോൾ കുറേ പേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, കുറേ പേർ പർച്ചേസ് ചെയ്തു. അപ്പോൾ എന്തായാലും നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കോയിൻസിലായാലും കുറേ ലോക്കറ്റുകളായാലും ഹിന്ദുസിൻ്റേതായ മാത്രം കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഒരുമിച്ച് ഒരു സെക്ഷനായിട്ട് കാണിച്ചാൽ നിങ്ങൾ വാങ്ങിക്കുന്നവർക്ക് ഉപകാരമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് അയക്കണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് എന്താണെന്നുള്ളത്. എനിക്കിത് കൂടുതൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയണത് തെറ്റിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഇതിനൊന്നും അധികം വിലയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. വളരെ കൊച്ചു ലോക്കറ്റ് തൊട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് വരെയാണ് നമ്മളുടെ കയ്യിൽ സ്റ്റോക്കുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് കാണുമ്പോഴും നിങ്ങൾക്ക് അത് ഏതാണെന്നുള്ളത് വ്യക്തമാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാമല്ലോ. ഇത് മുഴുവൻ ഗണപതിയാണ്, ഞാൻ ഓരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പം. ഇത് ഹനുമാൻ്റെ മാത്രം ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, ഇത് നമ്മുടെ നടരാജൻ്റെ മാത്രമായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ അറിയില്ല, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അങ്ങനെയുള്ള ലോക്കറ്റ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ പറഞ്ഞ നമ്പറിൽ നിങ്ങൾ സാധാരണ ചെയ്യണ പോലെ തന്നെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ടമാനം പേര് കണ്ടു തുടങ്ങി. അപ്പോൾ ഡ്രീം കളക്ഷൻസ് എന്നുള്ള പേരിൽ ഇപ്പോൾ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഈ ചാനൽ കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കുറച്ചും കൂടിയും ഉപകാരമായിരിക്കും, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഹിന്ദു സെക്ഷനിലുള്ള ലോക്കറ്റ്സ്. അതായത് ഓമുണ്ട്, ഗണപതിയുണ്ട്, ലക്ഷ്മി, പിന്നെ ഹനുമാൻ, പിന്നെ എന്താ പറയുക ഗുരുവായൂരപ്പൻ, അങ്ങനെയുള്ള കുറേ ഉണ്ട്. ഓമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ കണ്ട വീഡിയോയിലുള്ളതാണ് ലോക്കറ്റ്. സെയിം വീഡിയോ ഞാൻ കട്ട് ചെയ്ത് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു വിശദീകരണം നിങ്ങൾക്ക് വേണ്ടി വരില്ല. ഇനിയിപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോയിൻ്റെ ഷേപ്പിലുള്ളതും കുരിശും ആയിട്ടുള്ള കണ്ടമാനം ലോക്കറ്റ്സ് ഇന്നലത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ ഒന്ന് പോയി കാണുക. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മാത്രമല്ല കുറേ കോയിൻസിൻ്റെയും പിന്നെ കുരിശിൻ്റെയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് പോയിട്ട് വാച്ച് ചെയ്തോളൂ. അപ്പോൾ ഇത് നമ്മുടെ ലക്ഷ്മിയുടെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ മറുപുറം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നലെ കണ്ടവർക്ക് കുറേ പേർക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ വീണ്ടും അവർ ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി വിശദീകരിച്ച് പറയുകയാണ്. ഇങ്ങനെ വശത്ത് ലക്ഷ്മിയാണെങ്കിൽ ചിലതിൻ്റെ പിന്നിൽ വെറുതെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പൊള്ളയായിട്ടിരിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെയാണ്. പക്ഷേ ചിലതിൻ്റെ അപ്പുറത്ത് മറ്റേ ജി എന്നുള്ള അക്ഷരവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ഓമാണ്. ഓം പലതരത്തിൽ താഴെയുള്ളത്, മുകളിലുള്ളത് കണ്ടു ഗണപതിയുടെ ആനയുടെ തുമ്പിക്കൈ പോലെയാണ് ആ ഒരു ലോക്കറ്റ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓരോന്നും നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുമലത്തുള്ള ഓരോ രൂപവും വിശദമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി. പിന്നെ നമ്മളുടെ കയ്യിൽ രുദ്രാക്ഷത്തിൻ്റെ മാലയുണ്ട്. കുറേ പേര് രുദ്രാക്ഷം ചോദിക്കാറുണ്ട് ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ രുദ്രാക്ഷം മാലയുണ്ട്, പിന്നെ രുദ്രാക്ഷത്തിൻ്റെ ബ്രേസ്ലെറ്റും ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ ഞാനത് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ രുദ്രാക്ഷം മാലയുടെ കൂടെയാണ് അധിക ഭാഗം എല്ലാവരും എടുക്കാറ്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതൊക്കെ സാധാരണ കുഞ്ഞി ലോക്കറ്റുകളാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരിയ മാലയമേ കോർത്തിടാനായിട്ട് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇടാൻ പറ്റിയ ലോക്കറ്റ്സാണ്. അപ്പോൾ ഇത് അങ്ങനെ കാണുന്ന അത്ര വലിപ്പമില്ല, ചെറുതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലോക്കറ്റുകൾ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ കുഞ്ഞിയ ഉണ്ണികൾക്ക് ഇടാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. അതുപോലെ കുറേ പേര് കൊണ്ടുപോകാറുണ്ട്. എനിക്ക് വിശദമായിട്ട് എനിക്ക് പറയാനായിട്ട് അങ്ങനെ അറിയണില്ല. പിന്നെ ഇത് ഫുൾ ഗണപതിയുടെ പല എന്താ പറയുക പല തരത്തിലുള്ള ലോക്കറ്റുകളാണ്. ഇത് ഹനുമാൻ്റെ ഈ പറഞ്ഞ പോലെ ഒരിടയ്ക്ക് ലോക്കറ്റുകൾ മാത്രമല്ല മോതിരങ്ങൾ കുറേ ഒരിക്കൽ വന്നിരുന്നു. ഇപ്പം ഇല്ല കേട്ടോ സ്റ്റോക്ക്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് വെക്കാവുന്ന പോലെയാണ്, ഇരിപ്പിടത്തോട് കൂടിയിട്ടാണ് നടരാജ വിഗ്രഹം വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ കുഞ്ഞ ലോക്കറ്റ് നമുക്ക് വല്ല എന്തിലെങ്കിലും ഒട്ടിച്ച് വെക്കണം, നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് വെക്കില്ല, അങ്ങനെ വെക്കണമെങ്കിൽ തന്നെ അതിൻ്റെ അടിയിൽ ഒരു കൊച്ചു ഡബിൾ ടേപ്പ് ഒട്ടിച്ച് വെക്കാവുന്നതുള്ള കൊളുത്ത് മാറ്റിയിട്ട് കേട്ടോ.
അങ്ങനെ ഞാൻ ഓരോന്നും പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നീട് എടുത്തിട്ട് ഇതൊന്ന് തിരിച്ച് കാണിച്ച് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാണ്, ഈ കുട്ടി സാധനങ്ങളായതുകൊണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ട് ഓക്കെ ആയി സെലക്ട് ചെയ്തതിന് ശേഷം പറയുമ്പോൾ എനിക്കത് കാണിച്ച് തരാൻ പറ്റും. പിന്നെ നമ്മുടെ കയ്യിൽ അധിക ഭാഗം പ്ലേറ്റ് ചെയ്യാത്ത മെറ്റീരിയലാണ് ഉണ്ടാവുക. ഇതിങ്ങനെ ഓരോന്ന് മാത്രമേ നമ്മൾ 1-2 മാത്രമേ പ്ലേറ്റ് ചെയ്ത് വെക്കുകയുള്ളൂ. ഇതിപ്പോൾ ഒരു ഷോപ്പിലേക്ക് വേണ്ടി എടുത്ത കാരണമാണ് എനിക്ക് ഇത്രയും അധികം എണ്ണങ്ങൾ കാണിച്ചു തരാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾ ആവശ്യക്കാർ ഈ മെസ്സേജ് ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരേക്ക് ബൈ.